ഈകളെന്നൊരു ചേർന്നൊരു സൈബർ അറ്റാക്ക് വന്നു. പുള്ളി ഇന്നലെ ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടു. അപ്പോൾ മിക്ക ആൾക്കാരിലും എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിലൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയെ പോലും സേഫ് അല്ല ഈ ടെലഗ്രാം പോലത്തെ സാധനങ്ങൾ എന്ന് പറയണം. അത് എൻജോയ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരും ഈ ഫോൺ വാങ്ങി കൊടുക്കുന്നതിന്റെ അപ്പുറത്തോട്ട് ഇവന്മാർ ഇതിനകത്തൊക്കെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിക്കണം. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ചൊരു പയ്യൻ ഇങ്ങനെ മെസ്സേജ് തന്നു, ചേട്ടാ നിങ്ങളൊരാളെ ഫോട്ടോ ഞാൻ ഒരു ഗ്രൂപ്പിൽ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടെങ്കിൽ അയക്ക്, അല്ല ചേട്ടാ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിഷമാവുമെന്ന് പറഞ്ഞു. ഞാൻ നീ അയക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പറയുമെങ്കിലും നമ്മളെ ഉള്ളിലൊരു സംഭവം വരും, കാരണം ഇത് ആരാണ് എന്താണ്. ലിങ്ക് അയച്ചു ഒന്ന് ഞാൻ കയറി നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ്. ഞാനും അമ്മയായിട്ടുള്ള ഫോട്ടോ. പക്ഷേ ഞാൻ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഫോട്ടോ വയ്ക്കുക. പക്ഷെ അതിലൊന്ന് ക്യാപ്ഷൻ അടിപൊളി ക്യാപ്ഷൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ആ മറ്റേ ആൻറ്റി സണ്ണെന്ന് പറയില്ല, ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ചെയ്ത് വീർന്ന ആരാണെന്ന് പറഞ്ഞുകൂടാ, ഈ ഗ്രൂപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആരാണെന്ന് പറഞ്ഞുകൂടാ. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. കാരണം നമുക്ക് അത്ര വേണ്ടപ്പെട്ടവരായാലും വേണ്ടപ്പെട്ടവരല്ലെങ്കിലും, മനസ്സിലായില്ലേ? ഇത് ചെയ്ത് വീർന്നത് ആരെന്ന് പറഞ്ഞുകൂടാ. ഇവന്മാരെന്തിനാണ് ചെയ്യണതെന്ന് പറഞ്ഞുകൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇതിൽ കൂടെ കിട്ടുന്ന സുഖം എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് 2K ആണ് അല്ലെങ്കിൽ 90s എന്നൊന്നും പറയില്ല. കാരണം 2Kയിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പിള്ളേരുണ്ട്. എൻ്റെ കൂടെ ഇങ്ങനെ അനിയന്മാരായാലും ഞാൻ കാണുന്ന പിള്ളേരായാലും, അതായത് ഏത് ഭാഗത്തിലായാലും ഏത് ഏജിലുള്ളവന്മാരായാലും ചെറ്റത്തരം കാണിക്കാനും തന്തയില്ലാത്തവന്മാർ കാണിക്കാനും കുറേ പേര് കാണും. മനസ്സിലായില്ലേ? അതായത് എനിക്ക് ഇന്നലെ വീഡിയോ ഉണ്ടപ്പോൾ എനിക്കിതാണ് ആദ്യം ഓർമ്മ വന്നത്. സത്യം. കാരണം ഇതൊന്നും പറഞ്ഞ് നമ്മളെ വയസ്സൊക്കെ പറഞ്ഞ് ആരുടെയും പോയി പറഞ്ഞ അളിയെ വിടളിയ ഒരു ഫോട്ടോ ഇല്ലേ എന്നേ ആൾക്കാർ പറയും. പക്ഷെ അത് അവനവന് വരുമ്പോഴാണ് ഈ ഒരു വിഷമം മനസ്സിലായില്ലേ? അവനവന് വരുമ്പോഴാണ് ഈ വിഷമം മനസ്സിലാവുന്ന. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ വായിൽ നിന്നുള്ള വാക്കുകൾ ഇടറും. മനസ്സിലായില്ലേ? എൻ്റെ പ്രശ്നം അതാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനും പ്രതികരിക്കാത്ത, നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോസ് കണ്ടറിയാം, ഞാൻ അങ്ങനെ ഒരു കാര്യത്തിനും പ്രതികരിക്കുന്ന ഒരു മനുഷ്യനല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര കണക്റ്റ് ആവും. മനസ്സിലാത്ത വേറൊരു കാര്യമുണ്ട്. ഇതിൽ കൂടെ ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടണമെന്ന് എനിക്കറിയാൻ വയ്യ. കൊച്ചു പിള്ളേരായാലും വലിയ ആൾക്കാരായാലും എന്ത് സുഖമാണ് കിട്ടണമെന്ന് അറിയാൻ വയ്യ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെ അനിയത്തിയ ഇവൻ്റെ അമ്മയെ അല്ലെ ഇവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കണം, ഇവന്മാരെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയ. ഇവന്മാരെന്തായിരിക്കും ചെയ്യുന്നത്? മറ്റുള്ളവരെ ചെയ്യാം, സ്വന്തമായിട്ട് വരുമ്പോൾ മാത്രമേ പഠിക്കൂ. ഞാൻ ഒരിക്കലും നല്ല പുള്ളിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണ് നന്മ വരവെന്നല്ല പറയുന്നത്. മനസ്സിലായില്ലേ? ഇതുപോലത്തുള്ള കറാൻ പറപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ആരും ഉപദേശിക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്നും നീ ആറാ മറ്റേ മോനെ ചോദിക്കൂ. പിന്നെ ചില കാര്യങ്ങളാണോ വിഷമം തോന്നും, നല്ല വിഷമം തോന്നും.